ഹലോ. അപ്പോൾ എൻ്റെ പുന്നാര അനിയനൊരു കാർ വാങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ചിലവ് ചെയ്യാമെന്ന് പറഞ്ഞ് എന്നെ ഒന്ന് കൊണ്ടുപോയതാണ്. വലിയ ചിലവൊന്നുമില്ല, പാവം ചെക്കനല്ലേ, കാർ എടുത്തേറ്റ ചിലവൊക്കെ ആയിട്ട് ഞാൻ അതിനെ വെറുതെ വിടാമെന്ന് വിചാരിച്ചില്ല. പക്ഷേ എന്നാലും എനിക്ക് അത്യാവശ്യം നല്ല ട്രീറ്റ് തരാമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയതാണ്. പിന്നെ ഞാൻ എന്താ ഓർഡർ ചെയ്യുന്നത്, പിന്നെ ഞാൻ അവൻ്റെ വീഡിയോ എടുത്തിരുന്നപ്പോൾ അവൻ പറഞ്ഞു ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അവനെ എന്നെ ഇട്ടിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുന്നതാണ്. വെയിറ്റിംഗ് ആയിരുന്നു ഗൈസ്. ഇവൻ എവിടെ പോയാലും ഫ്ലോപ്പായിട്ട് മാത്രമേ ഓർഡർ ചെയ്തുള്ളൂ. പഴം ജ്യൂസൊക്കെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്ന് വരെ കുടിക്കാത്ത സാധനങ്ങളൊക്കെ ഇവൻ ഓർഡർ ചെയ്യുന്നത്. എന്നിട്ട് പക്ഷേ ഇവന് ഭയങ്കര ഇഷ്ടമാണ്, ഇങ്ങനെയുള്ള സാധനങ്ങളോടൊക്കെ ഭയങ്കര താല്പര്യമാണ്. അതിൻ്റെ ഇടയ്ക്ക് അവൻ പഴം ജ്യൂസ് വന്ന് ഞാൻ അപ്പോഴത്തേക്കൊരു ബീട്രൂട്ട് ജ്യൂസ് ഓർഡർ ചെയ്ത്. ഇവൻ്റെ സാധനം കുടിച്ചിട്ട് നല്ല സെറ്റ് സാധനം, ഞാൻ ഇതുവരെ ട്രൈ ചെയ്യാത്തതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കുറച്ച് ഹെൽത്തി ആയിട്ടൊക്കെ ഇരിക്കാമെന്ന് വിചാരിച്ച് ഞാനൊരു ബീട്രൂട്ട് ജ്യൂസ് ഓർഡർ ചെയ്തത്. പക്ഷേ അടാറ് ഫ്ലോപ്പായിരുന്നു. അവരെടുത്ത് കുടിച്ചിട്ട് എന്താണിത് ചെയ്തു വെച്ചേക്കുന്നത് പറഞ്ഞിട്ട് പിന്നെ ഞാൻ വിചാരിച്ചു ഇപ്പം എന്തും പോട്ടെ, കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് കുടിച്ചല്ലേ പറ്റുള്ളൂ എന്ന് വിചാരിച്ച്. പിന്നെ ഇവനൊന്നും ഓർഡർ ചെയ്യാണ്ട് വെറുതെ കുത്തിയിരുന്നിട്ട് ലാസ്റ്റ് എനിക്കൊരു മീല് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഇവനിത് കൈയിട്ട് വാരാനും പറ്റുന്നില്ല. അവൻ പറഞ്ഞു വീഡിയോ ഓഫ് ചെയ്യും എന്നാൽ ഞാൻ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ആള് അടാറ് ചമ്മി കുത്തിയിരിക്കുകയാണ്. അതാ ഓഫ് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാൻ എന്നിട്ട് നാണിക്കൊന്നും വേണ്ട, ഫറാനെ എടുത്ത് കഴിച്ചോണ്ട് അങ്ങനത്തെ പറഞ്ഞാൽ നമുക്ക് രണ്ടും കൂടെ ഷെയർ ചെയ്ത് കഴിച്ചോളാം, അങ്ങനത്തെ ഉള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്ന് പറഞ്ഞിട്ട് ഞാനോട്. ഇതിൻ്റെ ഇടയ്ക്ക് വൻ ചർച്ചയാണ്. ജുമാനത്ത ഇതൊക്കെ പോസ്റ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ നടക്കുമോ എന്ന് ചോദിച്ചു. ഞാൻ അവന് ചിലപ്പോൾ രക്ഷപ്പെട്ടാലോ, നിനക്ക് ഞാൻ അടുത്തതൊരു താറ് വാങ്ങിത്തരാം, ഇപ്പം നീ ഒരു കാറൊക്കെ എടുത്തല്ലേ ഞങ്ങളെ കൊണ്ടുനടക്കാനായിട്ട്, അപ്പം ഞാൻ നിനക്കൊരു താറ് വാങ്ങിത്തന്നല്ലോ. അതിൻ്റെ ഇടയ്ക്ക് ഫുഡ് നല്ല ചൂടായിരുന്നു. ഇതൊക്കെ കഴിച്ച് സെറ്റായിട്ടിരിക്കുന്ന സമയത്ത് ആധികാരികമായിട്ടുള്ള പല ചർച്ചകളും വന്ന് ബിസിനസ് ഇനിയും ഡെവലപ്പ് ആക്കണം, വലുതാക്കണം. എന്നിട്ടതൊക്കെ കഴിച്ച് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ കാണുമ്പോൾ ഒരു സുഖം തോന്നുന്ന കാഴ്ചയാണ് എനിക്ക് എപ്പോഴും തരുന്നത്. ഞങ്ങളുടെ പച്ച ബോർഡ് ഇതേ നല്ല വെട്ടിത്തിളങ്ങിയിരിക്കും, അഫ്രോഡൈറ്റ് പ്രൊഫഷണൽ സലൂൺ. ഇതാണ് എൻ്റെ ഏറ്റവും വലിയ ഡ്രീമായിട്ടുള്ള സലൂൺ.